മയപ്പെടുത്തി പാകമാക്കിയ മാവിൽ പിറക്കുന്ന മധുര രുചിയുടെ വിസ്മയം. കാഴ്ചയിലും കേമൻ. കേക്കില്ലാത്തൊരു ആഘോഷം ആലോചനയിലേയില്ല. എന്നാൽ ഈ കേക്കിന്റെ പിന്നിലെ കഥകളെക്കുറിച്ച് അറിയാമോ? യൂറോപ്യന്മാരുടെ ലഘുഭക്ഷണത്തിൽ നിന്നും കേക്കിലേക്കുള്ള ദൂരത്തെക്കുറിച്ച് അറിയാമോ? 139 വയസ്സുണ്ട് കേരളത്തിലെ ആദ്യത്തെ കേക്കിന്റെ ചരിത്രത്തിന്. ഒരു ഡിസംബറും ക്രിസ്മസും കൂടി പിന്നിടുമ്പോൾ വടക്കൻ മലബാറിലെ തലശ്ശേരിയിൽ രൂപം കൊണ്ട കേരളത്തിലെ ആദ്യത്തെ കേക്കും അതിന്റെ വാർഷികം ആഘോഷിക്കുകയാണ്. 1883 ഡിസംബർ 23-നാണ് തലശ്ശേരിക്കാരനായ മമ്പള്ളി ബാപ്പു ആദ്യ കേക്ക് ഉണ്ടാക്കി കൊടുത്തത്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേക്കായി അത് ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. തലശ്ശേരിയിലെ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിലാണ് മമ്പള്ളി ബാപ്പുവിന്റെ കരവിരുതിൽ ആദ്യ കേക്ക് ജനിച്ചത്. ബർമയിലായിരുന്ന ബാപ്പു ബിസ്ക്കറ്റും ബ്രെഡുമെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചാണ് തലശ്ശേരിയിൽ സ്വന്തം ഫാക്ടറി തുടങ്ങിയത്. ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥരും നേർമഞ്ഞരും വിദേശ പ്ലാന്റർമാരെല്ലാം താമസിക്കുന്ന പ്രദേശം കൂടിയായ തലശ്ശേരി അന്ന് മദ്രാസിന്റെ ഭാഗമായിരുന്നു. തലശ്ശേരി പട്ടണത്തിലെ പ്രസിദ്ധമായ സ്ഥാപനമായിരുന്നു ബാപ്പുവിന്റെ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി. തനത് രുചിയിൽ വൈവിധ്യങ്ങളായ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ബാപ്പുവിന്റെ പെരുമ അങ്ങനെ സായിപ്പന്മാരുടെ ചെവിയിലുമെത്തി. അങ്ങനെ ഇരിക്കെയാണ് തലശ്ശേരിക്ക് സമീപം അഞ്ചരക്കണ്ടിയിലെ കറപ്പത്തോട്ടത്തിന്റെ ഉടമയായ ഫ്രാൻസിസ് കർണാക് ബ്രൗൺ എന്ന സായിപ്പ് ക്രിസ്മസിന് വേണ്ടി ഒരു കേക്ക് നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യവുമായി ബാപ്പുവിനെ സമീപിക്കുന്നത്. ഒരു സാമ്പിൾ കേക്കും ബാപ്പുവിന് നൽകി. അതേ രുചിയിലും ഗുണത്തിലും കേക്ക് നിർമ്മിച്ചു നൽകാനായിരുന്നു ബ്രൗണിന്റെ ആവശ്യം. കേക്ക് നിർമ്മിക്കുന്നതിനുള്ള ചേരുവകളും രീതിയും ബ്രൗൺ പറഞ്ഞു കൊടുത്തു. കർണാക് ബ്രൗണിന്റെ ആവശ്യം നിരസിക്കാൻ വയ്യാതെ ബാപ്പു ധർമ്മടത്തെ ഒരു കൊല്ലനെ കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അച്ചുണ്ടാക്കിച്ചു. ചേരുവകളും രീതിയും മാറ്റി മാറ്റി പരീക്ഷിച്ച് ദിവസങ്ങളോളം പരിശീലിച്ചു. 10 ദിവസത്തിന് ശേഷം ഡിസംബർ 23-ന് വീണ്ടും ബാപ്പുവിനെ കാണാനായി ഫാക്ടറിയിലെത്തിയ ബ്രൗൺ സായിപ്പിന് സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ എന്നാൽ സായിപ്പ് കൊടുത്ത കേക്കിൽ നിന്ന് രുചിയിലും മണത്തിലും യാതൊരു വ്യത്യാസവുമില്ലാത്തൊരു കേക്കാണ് ബാപ്പു സമ്മാനിച്ചത്. കേക്ക് രുചിച്ചു നോക്കിയ സായിപ്പിന് ബാപ്പുവിന്റെ കൈപുണ്യം നല്ലതുപോലെ പിടിച്ചു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ സായിപ്പ് എക്സലന്റ് എന്നാണ് കേക്ക് കഴിച്ചതിന് ശേഷം പ്രതികരിച്ചത്. അതായിരുന്നു ആ ചരിത്ര നിമിഷം. ബ്രൗൺ സായിപ്പ് നൽകിയ കേക്ക് രുചിച്ചും മണത്തും നോക്കി കൂട്ടുകൾ മനസ്സിലാക്കിയാണ് ബാപ്പു കേക്കുണ്ടാക്കിയത് എന്ന കഥകളും കേക്ക് ചരിത്രത്തിന് പിന്നിലുണ്ട്. അതായിരുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കേക്കിന്റെ പിറവിക്ക് പിന്നിലെ കഥ. 1880-ലാണ് റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി സ്ഥാപിച്ചത്. മമ്പള്ളി ബാപ്പുവിന്റെ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ച 1880-കളിൽ വെല്ലസ്ലി പ്രഭു, TH ബാബർ തുടങ്ങിയ പ്രമുഖ വിദേശികളും തലശ്ശേരിയിലുണ്ടായിരുന്നു. ഇവരുടെ കുശിനിക്കാരാകാനുള്ള അവസരം ലഭിച്ചിരുന്നത് പ്രദേശവാസികളായ പാചകക്കാർക്കായിരുന്നു. അങ്ങനെയാണ് വിദേശികളുടെ പല ഭക്ഷണങ്ങളും പലഹാരങ്ങളും ബാപ്പു പഠിച്ചെടുത്തത്. അതേപോലുള്ള പലഹാരങ്ങളും ഭക്ഷണങ്ങളും ബാപ്പു തലശ്ശേരിയിലെ ബേക്കറിയിലും പാകം ചെയ്ത് വിൽപ്പന നടത്തി. അപ്പക്കൂട് കെട്ടി ചിരട്ട കത്തിച്ചായിരുന്നു അന്നൊക്കെ കേക്കുകൾ നിർമ്മിച്ചിരുന്നത്. ഉണ്ടാക്കുന്ന അപ്പങ്ങളും പലഹാരങ്ങളും നാടുതോറും നടന്ന് വിൽപ്പന നടത്തി. സായിപ്പന്മാരുടെ അടുക്കളയിൽ നിന്ന് ലഭിച്ച വ്യത്യസ്ത രുചികളും സ്വന്തം ബേക്കറിയിൽ പരീക്ഷിച്ചു. തങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം മലബാറിൽ കിട്ടുമെന്നറിഞ്ഞതോടെ വൈകുന്നേരങ്ങളിൽ റൊട്ടിയും ബിസ്ക്കറ്റും വാങ്ങാൻ ബാപ്പുവിന്റെ അപ്പക്കൂട്ടിനു മുന്നിൽ വിദേശികളുടെ നീണ്ട നിരയായിരുന്നു. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ ബേക്കറി സാധനങ്ങൾക്കായി തലശ്ശേരിയിൽ എത്തിത്തുടങ്ങി. 1-ാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാർക്ക് വേണ്ടി ധാരാളം ബിസ്ക്കറ്റ് മമ്പള്ളി വിദേശത്തേക്ക് കയറ്റി അയച്ച ചരിത്രവും മമ്പള്ളി കുടുംബത്തിനുണ്ട്. വിദേശികളുടെ അടുക്കളകളിൽ നിന്ന് രുചിക്കൂട്ടുകൾ പഠിച്ചെടുത്തെങ്കിലും അവ പാകം ചെയ്യാനുള്ള പാത്രങ്ങളോ ഉപകരണങ്ങളോ ബാപ്പുവിന്റെ പക്കലുണ്ടായില്ല. അതുകൊണ്ട് പലഹാരങ്ങൾ പാകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാത്രങ്ങൾ പലതും കൊല്ലപ്പണിക്കാരെ കൊണ്ട് ഉണ്ടാക്കിയെടുപ്പിക്കുകയായിരുന്നു. കല്ലുകൊണ്ടുള്ള കുടുക്കയന്ത്രം നിർമ്മിച്ചാണ് ബാപ്പു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയത്. അപ്പം നിർമ്മിക്കാനുള്ള മാവ് പൊളിക്കാൻ തെങ്ങിൻകള്ള് ഉപയോഗിച്ചിരുന്ന ബാപ്പുവിന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരാണ് വിദേശത്ത് നിന്ന് ഈസ്റ്റ് എത്തിച്ചു കൊടുത്തത്.
കേക്കിനുൾപ്പെടെ ഉപയോഗിക്കുന്ന പഴങ്ങൾ വിദേശത്ത് നിന്നെത്തിക്കുന്ന മദ്യത്തിലോ വീഞ്ഞിലോ കുതിർക്കുന്നതിനു പകരം നാട്ടിലുണ്ടാക്കിയാലോ എന്ന ആലോചനയിൽ നിന്നാണ് പിന്നീട് കദളിപ്പഴത്തിൽ നിന്നും പറങ്കിമാങ്ങയിൽ നിന്നുമെല്ലാം സത്തൂറ്റിയെടുത്ത് പ്രത്യേകതരം പാനീയം ഉണ്ടാക്കുന്നിടത്തേക്കും ബാപ്പുവിനെ എത്തിച്ചത്. കേരളത്തിൻ്റെ ബേക്കറി വ്യവസായത്തിൻ്റെ കൂടി തുടക്കമായിരുന്നു ആ കാലം. തലശ്ശേരിയിൽ പിറന്ന് കേക്ക് മലബാറിലേക്കും തിരുവിതാംകൂറിലേക്കും തുടങ്ങി നാടെങ്ങും വ്യാപിച്ചു. തലശ്ശേരി കേരളത്തിലെ കേക്ക് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി. കേരളത്തിലെ ബേക്കറി രംഗത്തിൻ്റെ കുലപതി മമ്പള്ളി ബാപ്പു ആണെങ്കിൽ കാരണവർ അദ്ദേഹത്തിൻ്റെ അനന്തരവനായ ഗോപാലനാണെന്ന് പറയാം. അദ്ദേഹമാണ് കേരളത്തിലെങ്ങും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങി ബേക്കറി രുചി വ്യാപിപ്പിച്ചത്. അനന്തരവൻ ഗോപാലൻ്റെ കീഴിൽ ബേക്കറി ബിസിനസ് കുതിച്ചു വളരുകയായിരുന്നു. ഗോപാലൻ്റെ മക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബേക്കറികൾ കെട്ടിയുയർത്തി തലശ്ശേരി പലഹാരങ്ങളുടെയും കേക്കിൻ്റെയും പെരുമ നാടെങ്ങും എത്തിച്ചു. തിരുവനന്തപുരത്തും കോട്ടയത്തും തിരുവല്ലയിലും എറണാകുളത്തും തുടങ്ങി നാടൊട്ടൊക്കെ ബേക്കറികൾ രുചി പടർത്തി. ഗോപാലൻ കുഞ്ഞിമാത ദമ്പതികളുടെ 11 മക്കളും പിൽക്കാലത്ത് കേരളത്തിലെ ബേക്കറി രംഗത്ത് സജീവമായി തുടർന്നവരാണ്. മമ്പള്ളി ബേക്കറി, കൊച്ചിൻ ബേക്കറി, ശാന്ത ബേക്കറി, ബെസ്റ്റ് ബേക്കറി, ഷെൽട്ടൺ ബേക്കറി, ബ്രൗണീസ് എന്നൊക്കെ പല പേരുകളിലാണ് മമ്പള്ളിയിലെ രുചികൾ കേരളത്തിൽ അങ്ങോളം പടർന്നത്. കേക്കും പലഹാരങ്ങളും മാത്രമല്ല, ക്രിക്കറ്റും ഹാൻഡ്ബോളുമെല്ലാം കേരളത്തിൽ പ്രചരിപ്പിച്ചതും മമ്പള്ളിക്കാരാണെന്നും ചരിത്രത്തോട് ചേർന്നിരിക്കുന്ന വസ്തുതയാണ്.